അമ്മേ ഇച്ചിരി വെള്ളം. അമ്മേ ഇച്ചിരി വെള്ളം. കൊണ്ടുവരുന്നേ. കൊള്ളാം. മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നോ? അങ്ങോട്ട് വന്ന് ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കാൻ വയ്യല്ലയോ? ഞാൻ വെള്ളം കുടിക്കും. ഈ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കാതെ വല്ല നാലക്ഷണം പോയി പഠിക്കാൻ നോക്കും. പിന്നെ ആ ഗ്ലാസ് പൊട്ടിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. കാല് വാട്ടിക്കൊണ്ടിരുന്നത് ഗ്ലാസ് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ കൊണ്ട് വെച്ചോണം അടുക്കളയിൽ. പിന്നെ ഞാൻ കൊച്ചുകുട്ടിയല്ലേ ഗ്ലാസ് എടുത്ത് പൊട്ടിക്കാൻ. പൊട്ടിച്ചോ നീ? അല്ലേലും എനിക്കറിയാം നീ പൊട്ടിക്കുന്നു. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ ഗ്ലാസ് കൊണ്ടുവന്ന് അടുക്കള വെക്കണമെന്ന്. പറഞ്ഞാൽ ഒരു അനുസരണയില്ല. അതങ്ങനെ മൊബൈലും കുത്തിക്കൊണ്ടെങ്കിൽ ഇരുന്നാൽ മതി. നിനക്ക് എന്തോ ചെയ്യാനാണെന്നറിയാമോ? എത്ര ഒരുപാട് സാധനമാണെന്നറിയാമോ ഓരോ ദിവസം പൊട്ടിക്കും. അനങ്ങാതെ അവിടെ ഇരിക്കും. മനുഷ്യന് ഓരോ പണിക്ക് ചൂടെടുത്തോണ്ട് വരട്ടെ. അയ്യോ, എന്റെ ചുങ്കർ പ്രിൻസിന്റെ ഗ്ലാസ് ആണോണ്ട് നീ പൊട്ടിച്ചത്? കൊള്ളാം. എന്റെ അച്ഛനെ പണ്ട് എനിക്കൊരു മോതിരം വാങ്ങിച്ചു തന്നപ്പോ കിട്ടിയ ഗ്ലാസാ. അത് നീ നശിപ്പിച്ചല്ലോ. പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ? പൈസ കൊടുക്കാത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പൊട്ടിക്കോടി. എല്ലാം പൊട്ടിച്ചു ചോദിക്കുന്ന. അല്ലേലുവേ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ചെയ്യണം. അല്ലാതെ പിന്നെ മൊബൈലും കുത്തിക്കൊണ്ടിരുന്ന് വരുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. എന്തോ മോളെ ഇവിടെ ഇത്ര വെള്ളം? അങ്ങ് വഴി വരെ കേൾക്കാറുണ്ടല്ലോ. എന്തുവായിരുന്നു മോളെ ഇവിടെ? ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ഒരു ഗ്ലാസ് പൊട്ടീന അമ്മയുടെ ഒരു ബഹളം. എല്ലാവരും ഒരു വക പറഞ്ഞാൽ അനുസരിക്കത്തില്ല. എന്തോ ചെയ്യാനാ? ഇപ്പോഴത്തെ മൊബൈൽ യുഗമല്ലേ. എന്തോ ചെയ്യും? എന്റെ ദൈവമേ, എന്റെ നെല്ലിക്കാപ്പാട്ട്. ആരെയും കാണുന്നതിന് മുമ്പേ തൂത്തുവാരി എടുക്കണം. അതിന് ഇത് പഴയതായിരുന്നു, വേണ്ടാത്ത കുപ്പിയായിരുന്നു ഇത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കുപ്പിയൊന്നും അല്ലല്ലോ. അമ്മയുടെ കയ്യിൽ കുപ്പി പൊട്ടിയ ഒരു കുഴപ്പമില്ല, എന്റെ കയ്യിൽ ഗ്ലാസ് പൊട്ടിയ കുഴപ്പം. നീ എന്നെ ഭരിക്കാറായോ? ഒരു കുപ്പി പൊട്ടിയെന്ന് പറഞ്ഞോണ്ട് പെണ്ണിനെ വാങ്ങണ്ടില്ലയോ? സത്യമല്ലയോ മോള് പറഞ്ഞത്? കൊള്ളാം. നിങ്ങളും ഇത് പറയണം കേട്ടോ. ഇതാണ് പറഞ്ഞത്, ആശാനം പഴച്ചാല് ഏത്തമില്ല.